യെസ്, എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം UDF-ന് അനുകൂലമാണ്. UDF-ന്റെ വമ്പൻ തിരിച്ചുവരവാണ് സംഭവിക്കുന്നത്. 10 വർഷത്തിന് ശേഷം വമ്പൻ മെജോറിറ്റിയുമായി UDF-ന്റെ മന്ത്രിസഭ അധികാരത്തിലേറുന്നു എന്നതാണ് തരംഗമാണ് സംഭവിച്ചത്. എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തരംഗം. 94 എന്നാണ് ചിത്രം. ഒരുപക്ഷെ മാറ്റങ്ങൾ 2021 ഇടതുമുന്നണിയുടെ പ്രകടനം എപ്രകാരമായിരുന്നു, അതിന്റെ തനിയാവർത്തനമായി ഈ UDF ഇത്തവണ മാറ്റുന്നു എന്നതാണ്. ഇപ്പോഴിതാ 90 സീറ്റുകൾക്ക് മുകളിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷേ പല മണ്ഡലങ്ങളിലും UDF 94 എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ 100-ന് അടുത്തെത്തിയേക്കാം. ചിലപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പോയേക്കാം. പക്ഷേ അപ്പോഴും ഭരണം എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 94 അതേ നമ്പറിലുള്ള രണ്ടുപേരും കൂടി, അതായത് അമ്പലപ്പുഴ അല്ലെ, അമ്പലപ്പുഴയിലെ സുധാകരൻ ഉൾപ്പെടെ വരുമ്പോൾ ഏതാണ്ട് 96 എന്ന് നമുക്ക് ആ ഡേറ്റ വായിക്കാൻ പറ്റും. ദൃശ്യമാണ്. നോക്കൂ, എന്തൊരു വമ്പൻ ആഘോഷമാണെന്ന്. നോക്കൂ, പ്രവർത്തകരെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഇത് തിരിച്ചുവരവിന്റെ നിമിഷമാണ്. അവർക്ക് 10 വർഷത്തിന് ശേഷം വമ്പൻ തിരിച്ചുവരവാണ്. എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക്, പ്രവർത്തകർക്ക് കരുത്തേകി ചടുലമായ നീക്കങ്ങളിലൂടെ തിരിച്ചുവരവിന് കളമൊരുക്കിയ നേതാക്കൾക്ക് നന്ദി പറയുന്നു പ്രവർത്തകർ. ഇതാ ഇപ്പോൾ നേതാക്കൾ കൂടുതലായി എത്തുന്നു. വി ഡി സതീശൻ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ആവേശം. പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം. വമ്പം വിജയത്തിന് കളമൊരുക്കിയ, നേതൃത്വം വഹിച്ച പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിലേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എന്താണ് വി ഡി സതീശന്റെ ആദ്യ പ്രതികരണം? എന്തായാലും സജിത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മാധ്യമപ്രവർത്തകർ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നു. അപ്പോഴൊന്നും വി ഡി സതീശൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ വമ്പൻ വിജയത്തിലേക്ക് പോകുമ്പോഴും ഒരുപക്ഷെ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമുള്ള ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് കേരളം കണ്ടതിൽ വെച്ച്, സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന തരത്തിലേക്ക് സതീശൻ മാറുന്നു എന്ന സാഹചര്യമാണ്. കാരണം കൈ ഉയർത്തി അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. തങ്ങൾ വിജയിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ അണികൾക്ക്, പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട് വി ഡി സതീശന്റെ ആ സന്ദേശം. എന്താ എല്ലാ അർത്ഥത്തിലും നോക്കൂ, താൻ 100+ എന്ന നമ്പർ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ സതീശൻ കാണിച്ച ചങ്കൂറ്റം, വനവാസം പോലെയുള്ള വലിയ പ്രസ്താവനകൾ നടത്താൻ കാട്ടിയ ചങ്കൂറ്റം, കഴിഞ്ഞകാല ബൈ ഇലക്ഷനുകളും ഒടുവിൽ പാർലമെന്റ് ഇലക്ഷനും ഒടുവിൽ ഇതാ നിയമസഭാ ഇലക്ഷനുമെല്ലാം സതീശൻ പ്രസ്താവന ഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൊണ്ടോ എല്ലാം കൃത്യമായി മാറുന്നു എന്നാണ് സാഹചര്യം. നിലവിലെ കണക്ക് നോക്കുമ്പോൾ 100+ എന്ന സീറ്റിലേക്ക്, നമ്പറിലേക്ക് UDF കടന്നാലും അത്ഭുതമില്ല എന്നതാണ് സാഹചര്യം. ചില അപ്ഡേറ്റുകളൊക്കെ ആ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ മാറ്റമുണ്ടായേക്കാം. കാരണം കൗണ്ടിങ് പകുതി പിന്നിട്ടിട്ടില്ല. മാറ്റമുണ്ടാവും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തൊരു UDF തരംഗമാണ്. ആ തരംഗമാണ് പ്രതിഫലിക്കുന്നത്. നോക്കൂ, രമേശ് ചെന്നിത്തലയെ എടുത്തുയർത്തുകയാണ് പ്രവർത്തകർ. രമേശോ സതീശനോ ആ ചോദ്യത്തിന് എനിക്ക് കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതവർക്ക് ആഘോഷിക്കാനുള്ള സമയമാണ്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആ ആവേശമാണ് കാണുന്നത്. നേതാക്കളെല്ലാം KPCC ഓഫീസിലേക്ക് വരുന്നു. ആ ആവേശം കൊണ്ടുവരുന്നു. നോക്കൂ, ആ പ്രവർത്തകർക്കിടയിലൂടെ രമേശ് ചെന്നിത്തലയുടെ കടന്നുവരവ്. രമേശ് ചെന്നിത്തല പ്രവർത്തകർക്കിടയിലേക്ക് വരുന്നു. മറ്റു നേതാക്കളെല്ലാം അവിടെയുണ്ട്. നേരത്തെ തന്നെ തമ്പടിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കണ്ടുകൊണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമായി, ഈ ആഘോഷത്തിന്റെ ഭാഗം ഒന്നിച്ച് ആഘോഷിച്ചാണ് അവർ മുന്നോട്ട് പോയത്. KPCC ഓഫീസിന് മുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആവേശം അലകടലായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രമേശ് ചെന്നിത്തലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നതാണ്. വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഇനി പൂർണ്ണമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി? വേഗത്തിൽ ചർച്ചകൾ വഴിമാറും. സ്വാഭാവികമാണ്. ഇനി തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ രണ്ട് മുഖങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പ്രേക്ഷകർ കണ്ടത്. നേരത്തെ വി ഡി സതീശൻ, അതിനുശേഷം ഇതാ രമേശ് ചെന്നിത്തല. ഇവരിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നതാണ് കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ KC വേണുഗോപാലിന്റെ പേരടക്കം ഉയർത്തിക്കൊണ്ടുവന്ന, നേരത്തെ നമ്മൾ സുധാകരനെയും കണ്ടതാണ്, K സുധാകരനെയും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ചിത്രത്തിലുള്ളത് ഈ രണ്ട് മുഖങ്ങൾ തന്നെയാണ്. അതെ, ഒരുപക്ഷെ
UDF ഭൂരിപക്ഷം കിട്ടിയാലും ഇത്രയും മാർജിൻ വേണ്ട എന്ന് ആഗ്രഹിച്ച ചില നേതാക്കൾ ഒരുപക്ഷെ കോൺഗ്രസിലുണ്ടാവാം. കാരണം എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ക്ലെയിം ഉന്നയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചിത്രമതല്ല. VD സതീശൻ പറഞ്ഞതുപോലെ ഒരു 100+ അല്ലെ 100 അടുത്തെത്തുന്ന നമ്പറിലേക്ക് വരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.